ഓക്കെ മക്കളെ, നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണ്. അടുത്ത ചാപ്റ്ററാണ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ ഈ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനകത്ത് ഇതിനകത്ത് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇതിനകത്ത് ആദ്യം കിടക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കിടപ്പുണ്ട്. അതിനകത്ത് അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പൊതുവെ നമുക്ക് എത്ര വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂ സിസ്റ്റമാണ് കാണാൻ കഴിയുന്നത്. പൊതുവെ 3 വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂ സിസ്റ്റമാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത്തേന് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, രണ്ടാമത്തത് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം, മൂന്നാമത്തത് ഫണ്ടമെൻ്റൽ ഓർ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. അതിൽ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റമാണെന്ന് നോക്കേണ്ടത്. ഓക്കെ, അത് വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ സൈലോം ഫ്ലോയും ആണ്. ഈ സൈലോം ഫ്ലോയും കൂടെ കൂടിച്ചേർന്ന് ഇങ്ങനെ എന്തായിട്ട് മാറും, ബണ്ടിലായിട്ട് മാറും അല്ലേ. അതിനെ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയും. ഇനി ഈ വാസ്കുലാർ ബണ്ടിൽസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തേനെ കൺജോയിൻ്റ് എന്നും രണ്ടാമത്തേനെ റേഡിയൽ എന്നും പറയും. ഓക്കെ, അപ്പം ഇനി ഈ കൺജോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, കൺജോയിൻ്റ് ഓപ്പൺ, കൺജോയിൻ്റ് ക്ലോസ്ഡ്. ഇപ്പം നമ്മൾ ഡൈക്കോട്ട് സ്റ്റെം എടുത്തു കഴിഞ്ഞാൽ ഡൈക്കോട്ട് സ്റ്റെമ്മിനകത്ത് സൈലോം ഫ്ലോയം, ഈ മണ്ടയ്ക്ക് വരുന്നതാണ് ഫ്ലോയം, താഴെ വരുന്നതാണ് സൈലം. ഓക്കെ, അപ്പോൾ ഈ സൈലോം ഫ്ലോയും കൂടെ കൂടിച്ചേർന്ന് ഇങ്ങനെ ഒറ്റ ഒരു ബണ്ടിലായിട്ട് ഇങ്ങനെ അങ്ങ് മാറും. കണ്ടോ, അതിനെയാണ് വാസ്കുലാർ ബണ്ടിൽ എന്നറിയപ്പെടുന്നത്. ഇനി സൈലത്തിൻ്റെ മുകളിലായിരിക്കും ആര് വരുന്നത്, ഫ്ലോയം വരുന്നത്. ഇനി ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെ ഇടയ്ക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മിനകത്ത് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെ ഇടയ്ക്ക് ആരാണ്, ഇത് കേമ്പിയം ആണ്. കണ്ടോ, കേമ്പിയം പ്രസൻ്റ് ആയിരിക്കും. കേമ്പിയം പ്രസൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു കണ്ടീഷനാണ് ഓപ്പൺ. എന്നാൽ മോണോക്കോട്ട് സ്റ്റെമ്മിനകത്ത് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെ ഇടയ്ക്ക് കേമ്പിയം ആബ്സെൻ്റ് ആണ്. ആബ്സെൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു കണ്ടീഷനാണ് ക്ലോസ്ഡ്. ഇനി നമ്മൾ റൂട്ട് നോക്കുക. റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ കാണുന്നതാണ് സൈലം, കണ്ടോ, ഇതാണ് ഫ്ലോയം. അപ്പം റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ടിനകത്ത് സൈലവും ഫ്ലോയവും സെപ്പറേറ്റ് ചെയ്ത് കിടക്കും. അത് രണ്ടുകൂടെ കൂടി ചേർന്നൊരു ബണ്ടിലായിട്ട് മാറുന്നില്ല. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന ആ ഒരു കണ്ടീഷനാണ് റേഡിയൽ. സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് സെപ്പറേറ്റ്ലി, ഇറ്റ് ഈസ് സെറ്റ് ടു ബി ആണ് റേഡിയൽ. അപ്പോൾ ഈ 3 ഡയഗ്രം നമ്മൾ ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഈ ഡയഗ്രമാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇത് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് വാസ്കുലാർ ബണ്ടിലാന്ന് നമ്മൾ എഴുതി ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പം ഇത് കേമ്പിയം പ്രസൻ്റ് ആയിട്ടുള്ളത് ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ്, ഇത് കൺജോയിൻ്റ് ഓപ്പൺ എന്ന് എഴുതണം. ഇത് കേമ്പിയം ആബ്സെൻ്റ് ആയിട്ടുള്ളത് മോണോക്കോട്ട് സ്റ്റെമ്മിനകത്ത്, ഇത് കൺജോയിൻ്റ് ക്ലോസ്ഡ് എന്ന് എഴുതണം. ഇത് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഈ 3 ഡയഗ്രാം ഒന്ന് ഫോക്കസ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് നോക്കാനുള്ളത് റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ലീഫിൻ്റെയും ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും. അതിൽ ഡൈക്കോട്ട് റൂട്ടിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡൈക്കോട്ട് റൂട്ടിൻ്റെ ശരിക്കുമുള്ള സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് 3 വ്യക്തമായിട്ടുള്ള റീജിയൻസ് ആണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും പുറമെ വരുന്ന ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയറാണ് എപ്പിഡെർമിസ്, പിന്നെ ഇങ്ങോട്ട് വരുന്ന ഈ റീജിയനാണ് കോട്ടക്സ്, പിന്നെ വരുന്ന ഇതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് സ്റ്റീൽ. ഇനി നമ്മൾ ഡൈക്കോട്ട് റൂട്ടിനകത്തിലെ മോണോക്കോട്ട് റൂട്ടിനകത്തിലെ സ്റ്റീലിനെ നമ്മൾ എത്രയായിട്ട് തിരിക്കും, പെരിസൈക്കിൾ. ഡൈക്കോട്ട് റൂട്ടിനകത്തിലെ സ്റ്റീലിനെ നമ്മൾ 4 പാർട്ടായിട്ടാണ് തിരിക്കുന്നത്. പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ്, കൺജക്റ്റീവ് ടിഷ്യൂ, പിത്ത്. ഈ സ്റ്റീലിനെ എത്ര പാർട്ടായിട്ട് തിരിക്കുന്നു അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ടിനകത്തെ സ്റ്റീലിനെ നമ്മൾ 4 പാർട്ടായിട്ട് തിരിക്കും. പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ്, കൺജക്റ്റീവ് ടിഷ്യൂ, അതുപോലെ തന്നെ പിത്ത് എന്ന് പറയും. ഓക്കെ, അതിൽ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ സൈലോം ഫ്ലോയോ ആണ്, രണ്ടിനും കൂടെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് വാസ്കുലാർ ടിഷ്യൂ. ഇതിൻ്റെ ഇടയ്ക്ക് പാരൻകിമ സെല്ലുകളെല്ലാം കൂടെ കൂടി ചേർന്നുള്ള ടിഷ്യൂ ഉണ്ട്, അതാണ് കൺജക്റ്റീവ് ടിഷ്യൂ. പിന്നെ ഈ കോട്ടക്സിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് റീജിയനാണ് ഈ കൊടുത്തിരിക്കുന്ന എൻഡോഡെർമിസ്, ഈ വട്ടം പോലെ കൊടുത്തിരിക്കുന്നത്, ഇത് എൻഡോഡെർമിസ് ആണ്. ഓക്കെ, അതിന് തൊട്ടകത്ത് വരുന്ന ലെയറാണ് പെരിസൈക്കിൾ. ഓക്കെ, അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം, ഈ എൻഡോഡെർമിസിലെ 4 സെല്ലുകൾ ഒഴിച്ച് ബാക്കിയുള്ള സെല്ലുകളുടെ എല്ലാം, എൻഡോഡെർമിസ് എന്ന് പറഞ്ഞാൽ പാരൻകിമ സെല്ലുകളുടെ ഒരു സിംഗിൾ ലെയറാണ്. അതിനകത്തിലെ 4 സെല്ലുകൾ ഒഴിച്ച് ബാക്കിയുള്ള സെല്ലുകളുടെ എല്ലാം ഇന്നർ വാള് തിക്കായിട്ടിരിക്കുന്നതിൻ്റെ കാരണം ആ ഇന്നർ വാളിൽ സബേറിൻ എന്നറിയപ്പെടുന്ന ഒരു പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നർ വാള് തിക്കായിരിക്കും. ഇത് കണ്ടെത്തിയത് കാസ്പേറി എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അപരനാമത്തിൽ നമ്മളിതിനെ കാസ്പേറിയൻ തിക്കനിങ് എന്ന് പറയും. ഇതിൻ്റെ എല്ലാം ഇന്നർ വാൾസ് ഇങ്ങനെ തിക്കായിട്ട് കാണപ്പെടും. കണ്ടോ,
അപ്പം 4 സെല്ലുകൾ ഒഴിച്ച് ബാക്കിയുള്ള സെല്ലുകളുടെ എല്ലാം ഇന്നർ വാൾസ് തിക്കായിരിക്കും. അപ്പം 4 സെല്ലുകളുടെ മാത്രം ഇന്നർ വാൾ തിന്ന. ആ സെല്ലുകൾക്കാണ് നമ്മൾ പാസേജ് സെൽസ് എന്ന് പറയുന്നത്. അപ്പം ഈ കാസ്പേറിയൻ തിക്കനിങ്ങിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ പേര് സബേറിൻ. ഇത് ഓർമ്മയിൽ വെച്ചോണം. ഓക്കെ. ഇനിയും ഡൈക്കോട്ട് റൂട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൈക്കോട്ട് റൂട്ടിനകത്ത് സൈലത്തിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഗോണൽ ഇൻ ഷേപ്പാണ്. അതുപോലെ സൈലവും ഫ്ലോയും സെപ്പറേറ്റ് ചെയ്ത് കിടക്കും. ഇനി ഈ സൈലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മണ്ടയ്ക്ക് വരുന്ന ചെറുത് പ്രോട്ടോസൈലം, താഴെ വരുന്ന വലുത് മെറ്റാസൈലം. പ്രോട്ടോസൈലം മണ്ടയ്ക്കും മെറ്റാസൈലം താഴെയും വരുന്ന ആ ഒരു കണ്ടീഷനാണ് എക്സാർക്ക്. അതുപോലെ സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തൊട്ട് മാക്സിമം 6 ലെയറുകൾ വരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് 2 തൊട്ട് 6 ലെയർ വരെ കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഡയഗ്രത്തിനകത്ത് ഓൾറെഡി സൈലം 4 ലെയറാണ് കൊടുത്തിരിക്കുന്നത്. സൈലം ഡയാർക്ക് ടു ഹെക്സാർക്ക് എന്ന് പറയും. ഓക്കെ. പിന്നെ പിത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും സെൻട്രൽ ഭാഗമാണ്. കണ്ടോ, ഈ സെൻട്രൽ ഭാഗമാണ് പിത്ത്. പിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ആണ്. ഇതിൻ്റെ പിത്തിൻ്റെ ഏരിയ വളരെ കുറവാണ്. ഇനി ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇപ്പോൾ ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ പോയിന്റ് ഇട്ടൊരു 4 പോയിന്റ് ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 4 പോയിന്റുകൾ വെച്ച് ഓർമ്മയിൽ വെച്ചോണം. ഇനി ഫസ്റ്റ് വൺ ഡൈക്കോട്ട് റൂട്ടിനകത്ത് സൈലം ആൻഡ് ഫ്ലോയം ഗ്രൂപ്പ്സ് ആർ ലിമിറ്റഡ് ഇൻ നമ്പർ. പക്ഷേ മോണോക്കോട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും നമ്പർ ന്യൂമറസ് ആണ്. സൈലം ആൻഡ് ഫ്ലോയം ഗ്രൂപ്പ്സ് ആർ ന്യൂമറസ് ഇൻ നമ്പർ. അടുത്തത് ഡൈക്കോട്ട് റൂട്ടിനകത്ത് സൈലം ഡയാർക്ക് ടു ഹെക്സാർക്കാണ്. മറ്റേതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ൽ കൂടുതൽ ലെയർ വരും. സൈലം പോളിയാർക്കാണ്. ഇനി ഡൈക്കോട്ട് റൂട്ട് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് സൈലത്തിൻ്റെ ഷേപ്പ് സൈലം ഈസ് പോളിഗോണൽ ഇൻ ഷേപ്പ്. മറ്റേതിനകത്ത് മോണോക്കോട്ട് റൂട്ടിനകത്ത് ഓവൽ ഷേപ്പാണ്. ഓക്കെ. പിന്നെ അടുത്തത് ഡൈക്കോട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സൈലം എക്സാർക്കാണ്, ഇവിടെയും എക്സാർക്കാണ്. പിന്നെ ഡൈക്കോട്ട് റൂട്ടിനകത്ത് പിത്തിൻ്റെ ഏരിയ റെഡ്യൂസ്ഡ് ആണ്. പിത്തീസ് റെഡ്യൂസ്ഡ്. മോണോക്കോട്ട് റൂട്ടിനകത്ത് പിത്തീസ് ലാർജ് ആണ്. പിന്നെ ഡൈക്കോട്ട് റൂട്ടിനകത്ത് സെക്കൻഡറി ഗ്രോത്ത് പ്രസൻ്റ് ആണ്. ഇവിടെ മോണോക്കോട്ട് റൂട്ടിനകത്ത് സെക്കൻഡറി ഗ്രോത്ത് ആബ്സെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഡിഫറൻസ് ഒരു 4-5 പോയിന്റുകളൊന്ന് ഓർമ്മയിൽ വെച്ചു. കുറഞ്ഞതൊരു 4 പോയിന്റുകളൊന്നും ഡിഫറൻസ് ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസിൽ ഒരു 4 പോയിന്റുകളൊന്നും ഓർമ്മയിൽ വെക്കണം. പിന്നെ ഈ ഡൈക്കോട്ട് റൂട്ടിൻ്റെ അതുപോലെ മോണോക്കോട്ട് റൂട്ടിൻ്റെയും എൻലാർജ്ഡ് ഡയഗ്രം ഒന്ന് ഫോക്കസ് ചെയ്യണം. ഡിഫറൻസ് ചോദിച്ചില്ലെങ്കിൽ എൻലാർജ്ഡ് ഡയഗ്രം നമുക്ക് എക്സാമിന് തന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും 4 പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പം ഈ ഡയഗ്രം ഒന്ന് ഫോക്കസ് ചെയ്യണം. ഇത് എപ്പിഡെർമിസ്, ഇത് എപ്പിഡെർമൽ ഹെയർസ്, ഇത് കോർട്ടക്സ് ആണ്. മോണോക്കോട്ട് റൂട്ടിനകത്ത് കോർട്ടക്സിൽ എയർ ക്യാവിറ്റി ഉണ്ട്. പക്ഷേ ഡൈക്കോട്ട് റൂട്ടിനകത്ത് കോർട്ടക്സിൽ എയർ ക്യാവിറ്റി ഇല്ല. കോർട്ടക്സിൻ്റെ ഇന്നർമോസ്റ്റ് റീജിയനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് 1 വേർഡായിട്ട് ചോദിക്കാം. എൻഡോഡെർമിസ് എന്ന് പറയും. ഓക്കെ. പിന്നെ എൻഡോഡെർമിസ് കമ്പോസ് ചെയ്തിരിക്കുന്ന സെല്ലുകളുടെ ഇന്നർ വാള് സബേറിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അത് തിക്കായിട്ട് കാണപ്പെടും. അതിന് കാസ്പേറിയൻ തിക്കനിങ് എന്ന് പറയും. അതും 1 വേർഡായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫും തമ്മിലുള്ള ഡിഫറൻസ്. ഈ എൻലാർജ് ഡയഗ്രം, ഇത് ഡൈക്കോട്ട് ലീഫിൻ്റെ എൻലാർജ് ഡയഗ്രം, ഇത് മോണോക്കോട്ട് ലീഫിൻ്റെ എൻലാർജ് ഡയഗ്രം. ഓക്കെ. അപ്പോൾ ഈ ഡൈക്കോട്ട് ലീഫിൻ്റെയും മോണോക്കോട്ട് ലീഫിൻ്റെയും ഈ എൻലാർജ്ഡ് ഡയഗ്രം മസ്റ്റായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ഈ എൻലാർജ്ഡ് ഡയഗ്രം എക്സാമിന് തന്നിട്ട് അതിൻ്റെ കുറേ പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ഇത് നമ്മളുടെ ഡിഫറൻസ് എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഡൈക്കോട്ട് ലീഫ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്കിപ്പോൾ ഒരു ഡൈക്കോട്ട് ലീഫ് എടുക്കാം. ഡൈക്കോട്ട് ലീഫ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡൈക്കോട്ട് ലീഫിൻ്റെ തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻ എടുത്ത് സ്ലൈഡ് വെച്ച് മൈക്രോസ്കോപ്പോട് നോക്കുമ്പോൾ നമുക്ക് 3 വ്യക്തമായിട്ടുള്ള റീജിയൻസ് ആണ് കാണാൻ കഴിയുന്നത്. ഒന്ന് എപ്പിഡെർമിസ്. ഒരു ഡൈക്കോട്ട് ലീഫിൻ്റെ തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻ എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പോട് നോക്കുമ്പോൾ 3 വ്യക്തമായിട്ടുള്ള റീജിയൻസ് കാണാൻ കഴിയും. ഒന്ന് എപ്പിഡെർമിസ്, 2 മീസോഫിൽ, 3 വാസ്കുലാർ സിസ്റ്റം. അതിൽ എപ്പിഡെർമിസ് എന്ന് പറയുമ്പം ലീഫിന് ഓൾറെഡി എപ്പിഡെർമിസ് തന്നെ 2 എണ്ണം ഉണ്ട്. ഒന്ന് മുകളിൽ വരുന്ന അപ്പർ എപ്പിഡെർമിസ്, താഴെ വരുന്ന ലോവർ എപ്പിഡെർമിസ്. ഇനി ഈ അപ്പർ എപ്പിഡെർമിസിൻ്റെ ലോവർ എപ്പിഡെർമിസിൻ്റെ ഇടയ്ക്ക് വരുന്ന ടിഷ്യൂസാണ് ഏത് മീസോഫിൽ. പിന്നെ വരുന്നത് വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയും ആണ്. ദാണ്ട് ഇത് സൈലം, ഇത് ഫ്ലോയം. രണ്ടിനോട് ഒന്നിച്ചാണ് വാസ്കുലാർ ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നത്. അതാണ് വാസ്കുലാർ സിസ്റ്റം. കണ്ടോ. ഇനി ഡൈക്കോട്ട് ലീഫിനകത്തിൽ ഇത് അപ്പർ എപ്പിഡെർമിസ്, ഇത് ലോവർ എപ്പിഡെർമിസ്. അപ്പർ എപ്പിഡെർമിസിലെ ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അപ്പർ എപ്പിഡെർമിസിലെ
തിക്കായിരിക്കും, ലോവർ എപ്പിഡെമിസിൽ തിന്നായിരിക്കും. പിന്നെ ലോവർ എപ്പിഡെമിസിലേ ഉള്ളൂ ഡൈക്കോട്ട് റൂട്ടിനകത്ത്, ലോവർ എപ്പിഡെമിസിൽ മാത്രമേ ഉള്ളൂ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഗാർഡ് സെല്ലിൻ്റെ ഷേപ്പ് ഇതുപോലെ ബീൻ ഷേപ്പ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, സ്റ്റൊമാറ്റയുടെ തൊട്ടുള്ളിൽ കാണപ്പെടുന്ന ആ ക്യാവിറ്റി പോലുള്ള സ്ഥലമാണ് സബ് സ്റ്റൊമാറ്റൽ ക്യാവിറ്റി. ഇനി ഈ എപ്പിഡെർമിസിന് തൊട്ട് താഴെ വരുന്ന ആണ് ആര്? മീസോഫിൽ. മീസോഫിൽ ഡൈക്കോട്ട് ലീഫിനകത്ത് മീസോഫിലിനെ രണ്ടായിട്ട് തിരിക്കും, പാലിസേഡ് ടിഷ്യൂ എന്നും അതുപോലെ തന്നെ സ്പോഞ്ചി ടിഷ്യൂ എന്നും. കണ്ടോ? ഇനി ഇത് വാസ്കുലർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം ഫ്ലോയും കൂടെ കൂടി ചേർന്ന് ഒരു ബണ്ടിലായിട്ട് കിടക്കുക. അപ്പോൾ ഈ വാസ്കുലർ ടിഷ്യൂസിനെ ആവരണം ചെയ്ത് സ്ക്ലെറോങ്കേമ സെല്ലുകളുടെ ഒരു ലെയർ ഇതിനെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കിടക്കും. ഇതിന് പറഞ്ഞ പേര് ബണ്ടിൽ ഷീത്ത് എന്ന് പറയും. അത് അപ്പർ എപ്പിഡെമിസ് വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും. അതിനെ ബണ്ടിൽ ഷീത്ത് എക്സ്റ്റൻഷൻ എന്ന് പറയും. കണ്ടോ? ഇനി ലോവർ എപ്പിഡെമിസ്, ഇപ്പം ലോവർ എപ്പിഡെമിസി മാത്രമേ ഉള്ളൂ ഡൈക്കോട്ട് ലീഫിനകത്ത് സ്റ്റൊമാറ്റ. ഇനി അടുത്ത മോണോകോട്ട് ലീഫ് എടുത്തേ. മോണോകോട്ട് ലീഫിനകത്ത് അപ്പർ എപ്പിഡെമിസിനും ലോവർ എപ്പിഡെമിസിനെയും ആവരണം ചെയ്ത് വരുന്ന ക്യൂട്ടിക്കിള് യൂണിഫോംലി തിക്കൻഡ് ആണ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പാർഷ്യലായിട്ട് ഭാഗികമായിട്ട് തിക്കാണ്. ഇനി മോണോകോട്ട് ലീഫിനകത്ത് അപ്പർ എപ്പിഡെമിസിലും ലോവർ എപ്പിഡെമിസിലും എന്തുണ്ട്? സ്റ്റൊമാറ്റ ഉണ്ട്. ഇനി സ്റ്റൊമാറ്റയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഗാർഡ് സെല്ലിൻ്റെ ഷേപ്പ് ഇതുപോലെ ഡംബൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി മോണോകോട്ട് ലീഫിനകത്ത് മീസോഫിൽ എന്ത് ചെയ്ത ഡൈക്കോട്ട് ലീഫിലെ പോലെ പാലിസേഡ് സ്പോഞ്ചി എന്നിങ്ങനെ രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി മോണോകോട്ട് ലീഫിനകത്ത് സൈലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കണ്ടോ, ഒരു പ്രോട്ടോസൈലം മണ്ടയ്ക്കും രണ്ട് മെറ്റാസൈലം താഴെയും വരും. കറക്റ്റ് ഒരു വി ഷേപ്പിലാണ് കിടക്കുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഇൻ ഷേപ്പാണ്, ഇവിടെ പോളിഗോണൽ ഇൻ ഷേപ്പാണ്. അതിന് താഴെയാണ് ആര് കിടക്കുന്നത്? ഫ്ലോയം കിടക്കുന്നത്. അതിനെ ആവരണം ചെയ്ത് സ്ക്ലെറോങ്കേമ സെല്ലുകളുടെ ഒരു ലെയർ വരും. അതിനെ ബണ്ടിൽ ഷീത്ത് എന്ന് പറയും. അത് അപ്പർ എപ്പിഡെമിസ് വരെ എക്സ്റ്റെൻഡ് കിടക്കും. ഇനി ഈ മോണോകോട്ട് ലീഫിൻ്റെ അപ്പർ എപ്പിഡെമിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അപ്പർ എപ്പിഡെമിസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫാൻ്റെ ലീഫ് ലൈക്ക് സ്ട്രക്ചറിലുള്ള 4-5 സെല്ലുകൾ ഒന്നിച്ചിങ്ങനെ കൂടിച്ചേർന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതിന് വിളിക്കുന്ന പേരാണ് ബള്ളിഫോം സെൽസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാമിന് ചോദിക്കുന്ന. വാട്ടർ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ചില അഡീഷണൽ ആയിട്ട് കുറേ വാട്ടർ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളാണ് അപ്പർ എപ്പിഡെമിസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെയാണ് ബള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരെന്താണെന്ന് എഴുതാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡയഗ്രാം, ഇതാണ് എല്ലാവരും ഡയഗ്രാം. ഈ രണ്ട് ഡയഗ്രാം നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. ഒന്നുകിൽ ഈ ഡയഗ്രാം തന്നിട്ട് ഇതിൻ്റെ 3-4 പാർട്ടുകൾ ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കും. അതല്ലെങ്കിൽ ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇതാൻ ചോദിക്കും. അപ്പോൾ ഒരു 4 പോയിന്റുകളെങ്കിലും ഓർമ്മ വെച്ചാൽ മതി. ഡൈക്കോട്ട് ലീഫിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ടിക്കിൾ തിക്കറ്റ് അപ്പർ എപ്പിഡെമിസ് ആൻഡ് തിന്നറ്റ് ലോവർ എപ്പിഡെമിസ്. മറ്റടുത്ത് യൂണിഫോംലി തിക്കൻഡ് ക്യൂട്ടിക്കിളാണ്. അടുത്തത് ഡൈക്കോട്ട് ലീഫിനകത്ത് മീസോഫിൽ ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻറ്റു പാലിസഡ് ആൻഡ് സ്പോഞ്ചിയാണ്. മോണോകോട്ട് ലീഫിനകത്ത് നോട്ട് ഡിഫറൻഷ്യേറ്റഡ് ഇൻറ്റു പാലിസഡ് ആൻഡ് സ്പോഞ്ചി. ഇനി ഡൈക്കോട്ട് ലീഫിനകത്ത് സ്റ്റൊമാറ്റ പ്രസന്റ് ഇൻ ലോവർ സർഫസ്, അതുപോലെ മോണോകോട്ട് ലീഫിനകത്ത് സ്റ്റൊമാറ്റ പ്രസന്റ് ഓൺ എയ്തർ സർഫസ് അല്ലെങ്കിൽ ബോത്ത് സർഫസ് എന്ന് പറയാം. അപ്പർ എപ്പിഡെമിസിലും സ്റ്റൊമാറ്റ പ്രസന്റ് ഇൻ അപ്പർ എപ്പിഡെമിസ് ആൻഡ് ലോവർ എപ്പിഡെമിസ്. ഇവിടെ ലോവർ എപ്പിഡെമിസിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു 3-4 പോയിന്റുകളൊന്ന് ഓർമ്മ വെക്കുക. അപ്പം ഈ ലീഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കുക. ഉറപ്പായിട്ട് എക്സാമിന് ഈ പറഞ്ഞ ടോപ്പിക്സ് എക്സാമിന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അനാട്ടമി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത സെല്ലിനെ ബേസ് ചെയ്ത് നമുക്ക് 2 ചാപ്റ്ററാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് കൂടാതെ ഈ അനാട്ടമിക്കകത്ത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ എല്ലാർജ്ഡ് ഡയഗ്രാം കൂടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ എല്ലാർജ്ഡ് ഡയഗ്രാം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം. ഈ ലീഫ് റൂട്ട് നോക്കുന്നത് കൂടാതെ അഡീഷണലായിട്ട് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ മാത്രം എല്ലാർജ്ഡ് ഡയഗ്രാം ഒന്ന് ഫോക്കസ് ചെയ്യണം. ചിലപ്പം ആ ഡയഗ്രാം നമുക്ക് എക്സാമിന് തന്നിട്ട് അതിൻ്റെ 3-4 പാർട്ടുകൾ ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് വാസ്കുലർ ബണ്ടിൽസ് ലിമിറ്റഡ് ഇൻ നമ്പറാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പോളിഗോണൽ ഇൻ ഷേപ്പാണ്.
പ്രോട്ടോസൈലം താഴെ, മെറ്റാസൈലം മണ്ടയ്ക്കാണ്. അതിന് എൻഡാർക്ക് കണ്ടീഷൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ എല്ലാർജിലായിട്ടുള്ള ഡയഗ്രാം കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെല്ലിൻ്റെ ചാപ്റ്ററിലേക്ക് വരാം. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. സെല്ലിനെ ബേസ് ചെയ്ത് നമുക്ക് 2 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് അല്ലേ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററാണ്. 2 ചാപ്റ്ററിനോട് ഏകദേശം ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. വളരെ വെയിറ്റേജുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററാണ് ഈ സെല്ലിൻ്റെ 2 ചാപ്റ്റർ. ഓക്കെ, അതിൽ സെല്ലിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഇപ്പോൾ സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ആദ്യമായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ സ്റ്റഡി ചെയ്തത് സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകളാണ്. അവർ പറയുന്നത് ഈ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസ് ഇരിക്കുന്നത് ലിപ്പിഡിൻ്റെയും പ്രോട്ടീൻ്റെയും തന്മാത്രകളാലാണ്. ഈ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ട് കണ്ടോ, ഇതിങ്ങനെ ഒരു ലെയർ, ഇതൊരു ലെയർ. ലിപ്പിഡ് ഇങ്ങനെ ബൈ ലെയറായിട്ടാണ് ഈ സെൽ മെംബ്രെയിനിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സെൽ മെംബ്രെയിനകത്ത് ലിപ്പിഡ് മോളിക്യൂളുകൾ ബൈ ലെയറായിട്ടാണ്, ഇങ്ങനെ 2 ലെയറായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിപ്പിഡിൻ്റെ ഇടയ്ക്കും പുറത്തുമൊക്കെ ആയിട്ട് ധാരാളം പ്രോട്ടീൻ മോളിക്യൂൾസ് വരും. പിന്നെ അത് കൂടാതെ അഡീഷണലായിട്ട് ഫൈബർ ലൈക്ക് സ്ട്രക്ചറിലുള്ള ഗ്ലൈക്കോപ്രോട്ടീനും വരും. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ലിപ്പിഡിൻ്റെയും പ്രോട്ടീൻ്റെയും തന്മാത്രകൾ ഒരു ഫ്ലൂയിഡ് മൊസൈക് മോഡലിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ കണ്ടെത്തിയ ഈ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഈ ഒരു തിയറിക്ക് പറയുന്ന പേര് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തിയറിക്കകത്ത് ഇവർ പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് തിയറി all biological membranes are quasi-fluid structure in which lipids and proteins are dispersed in a mosaic manner. അതാണ് ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത്. അപ്പോൾ ആ തിയറി ഒന്ന് പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി ഈ തിയറി കണ്ടെത്തിയ സയൻറ്റിസ്റ്റുകളുടെ പേര് ഓർമ്മ വെച്ചോണം. ഒരു തവണ എക്സാമിന് അത് ചോദിച്ചിട്ടുള്ള സിംഗർ ആൻഡ് നിക്കോൾസൺ. അവരാണ് സെൽ മെംബ്രെയിൻ്റെ ഘടന ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഇതേപോലാണെന്ന് കണ്ടെത്തിയത്. ഓക്കെ, ഒരു ലിപ്പിഡിൻ്റെയും പ്രോട്ടീൻ്റെയും തന്മാത്രകൾ ഒരു ഫ്ലൂയിഡ് മൊസൈക് മോഡലിലാണ് സെൽ മെംബ്രെയിനിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 3 വ്യത്യസ്ത ഘടനയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിസ്റ്റർനെ, വെസിക്കിൾസ്, ട്യൂബ്യൂൾസ്. ഇപ്പോൾ ചില എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പുറത്ത് റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കും. റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോംസ് ആബ്സെൻ്റ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്ത് റൈബോസോംസ് ഓൺ ഇറ്റ്സ് വാൾസ് ഈസ് നോൺ as റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്തൗട്ട് റൈബോസോംസ് ഓൺ ഇറ്റ്സ് വാൾസ് ഈസ് നോൺ as സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിൻ്റെ ഡെഫിനേഷൻ കാണാൻ പഠിച്ചോണം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൺ വേർഡ് പോലെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് വാക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെല്ലിലെ സൈറ്റോപ്ലാസ്മിനകത്ത്, അതായത് പ്ലാന്റ് സെൽ എടുത്തു കഴിഞ്ഞാലും ആനിമൽ സെൽ എടുത്തു കഴിഞ്ഞാലും സെല്ലിലെ സൈറ്റോപ്ലാസ്മിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു മെംബ്രെയിനാൽ കമ്പോസ് ഇരിക്കുന്ന എയർ ക്യാവിറ്റി പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ചില റീജിയൻസ് ആണ് വാക്യൂള്. ഇനി ഈ വാക്യൂൾ തന്നെ എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പ് ഉണ്ട്. സബ് വാക്യൂൾ, കോൺട്രാക്റ്റൈൽ വാക്യൂൾ, ഫുഡ് വാക്യൂൾ, എയർ വാക്യൂൾ. ഓക്കെ, അതിൽ സബ് വാക്യൂൾ എന്ന് പറയുമ്പോൾ മിനറൽ സോൾട്സും ന്യൂട്രിയൻസും സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വാക്യൂൾസ് ആണ് സബ് വാക്യൂൾ. അതുപോലെ കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറഞ്ഞാൽ എക്സ്ക്രീഷനും ഓസ്മോറഗുലേഷനും പെർഫോം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വാക്യൂളാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ. അതുപോലെ ചില ഡൈജസ്റ്റീവ് എൻസൈംസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാക്യൂളാണ് ഫുഡ് വാക്യൂൾ. അതുപോലെ ചില മെറ്റാബോളിക് ഗ്യാസസ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വാക്യൂളാണ് എയർ വാക്യൂൾ. അപ്പോൾ ഇതിൽ നിന്ന് വൺ വേർഡ് പോലൊരു ക്വസ്റ്റ്യൻ കയറി വരാം. എക്സ്ക്രീഷനും ഓസ്മോറഗുലേഷനും പെർഫോം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വാക്യൂൾ എന്ന് പറയുന്ന പേരെന്താണ്? ആൻസർ വൺ വേർഡ് പോലെ എഴുതണം, കോൺട്രാക്റ്റൈൽ വാക്യൂൾ. അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ഓക്കെ, ഉറപ്പായിട്ട് വാക്യൂളിൽ നിന്നൊരു വൺ വേർഡ് പോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് സ്ട്രക്ചർ ഓഫ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ
ഒരു മൈറ്റോകോൺഡ്രിയയുടെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓവൽ ഷേപ്പിലാണ് കാണാൻ കഴിയുന്നത്. അതിനെ സറൗണ്ട് ചെയ്ത് 2 മെംബ്രെയിനിയസ് കോട്ടിംഗ് ആണ് വരുന്നത്. ഈ 2 മെംബ്രെയിനുകൾക്കിടയിൽ ഒരു വിടവുണ്ട്. ഇതിനെ പെരി മൈറ്റോകോൺഡ്രിയൽ സ്പേസ് എന്ന് പറയും. പിന്നെ ഇന്നർ മെംബ്രെയിൻ്റെ ചില ഭാഗങ്ങൾ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിൽ ഇങ്ങനെ അകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. ഇതിന് പറഞ്ഞ പേരാണ് ക്രിസ്റ്റ എന്ന് പറയും. ഇതിനകത്ത് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്ന സെമി റിജിഡ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് മാട്രിക്സ്. ഓക്കെ, ഇനി ഈ ഇന്നർ മെംബ്രെയിനിൽ നിന്ന് അകത്തോട്ട് ബബിൾ പോലെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കുറേ പ്രൊജക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇതിന് പറഞ്ഞ പേരാണ് ഓക്സിസോം എന്ന് പറയും. ഓക്കെ, ഇത് റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുമ്പോഴത്തേനും അതിനകത്തും ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് വൺ വേർഡ് പോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? ആൻസർ ലൈസോസോമാണ്. സ്പെറിക്കൽ ഷേപ്പിൽ സെല്ലിനകത്ത് ചില ഡൈജസ്റ്റീവ് എൻസൈംസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്പെറിക്കൽ ഷേപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സെൽ ഓർഗനിലാണ് ലൈസോസോം. അതിനെയാണ് സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത്. അത് സെൽ ഓർഗനൽസിനെ ഡൈജസ്റ്റ് ചെയ്ത് മാറ്റാൻ കപ്പാസിറ്റി ഉള്ള എൻസൈംസ് ആണ് അതിൽ നിന്ന് സെക്രറ്റ് ചെയ്യുന്നത്. അതുപോലെ വ്യക്തമായ 2 സബ് യൂണിറ്റുകളാൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു സെൽ ഓർഗനൽസ് ആണ് റൈബോസോം. അതിന് മെംബ്രെയിൻ ലെസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ്. മെംബ്രെയിൻ ലെസ് ആയിട്ടുള്ള ഒരേ ഒരു സെൽ ഓർഗനൽസ് ആണ് ആര്? റൈബോസോം. അത് ഓർമ്മ വെച്ചോണം. അത് 2 സബ് യൂണിറ്റുകളായിട്ടാണ് ഇങ്ങനെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. 2 സബ് യൂണിറ്റുകളായിട്ട് കമ്പോസ് ചെയ്തിരിക്കുക. ഒരു സ്മാളർ സബ് യൂണിറ്റ്, ഒരു ലാർജർ സബ് യൂണിറ്റ്. ഇത് RNA, ഇത് പ്രോട്ടീനാലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് വ്യക്തമായിട്ടുള്ളൊരു മെംബ്രെയിൻ ഇല്ല. മെംബ്രെയിൻ ലെസ് ആയിട്ടുള്ള ഒരേ ഒരു സെൽ ഓർഗനലാണ് റൈബോസോം. അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തതായിട്ട് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്രോമസോം. ക്രോമസോംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെല്ലിൻ ന്യൂക്ലിയസിനകത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രോമസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹെറിഡിറ്ററി മെറ്റീരിയൽ ക്യാരി ചെയ്യുന്നതാണ് ക്രോമസോം. ക്രോമസോം സ്റ്റാൻഡ്സ് ദാറ്റ് ക്യാരി ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ക്രോമസോം തന്നെ ടൈപ്സ് ഓഫ് ക്രോമസോം തന്നെ ഏതെല്ലാം ടൈപ്പ് ഉണ്ട്? ക്രോമസോം തന്നെ മെയിനായിട്ട് 4 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തേത് പറഞ്ഞ പേരാണ് മെറ്റാസെൻട്രിക് ക്രോമസോം എന്നും, രണ്ടാമത്തേത് സബ് മെറ്റാസെൻട്രിക്, മൂന്നാമത്തേത് ആക്രോസെൻട്രിക്, നാലാമത്തേത് ടീലോസെൻട്രിക്. ഇങ്ങനെ ക്രോമസോം തന്നെ 4 ടൈപ്പ് ഉണ്ട്. അതിലെ ആദ്യം തന്നിരിക്കുന്ന ഈ ക്രോമസോം കണ്ടോ? അപ്പോൾ ക്രോമസോമിൻ്റെ സെൻട്രൽ ഭാഗമാണ് സെൻട്രോമിയർ. പിന്നെ സെൻട്രോമിയറിൽ നിന്ന് 2 സൈഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ഈ പ്രൊജക്ഷൻസ് ആണ് ക്രോമാറ്റിഡ്സ്. അപ്പം സെൻട്രോമിയറിൽ നിന്ന് റൈസ് വരുന്ന ക്രോമാറ്റിഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ സൈഡിലും ലോവർ സൈഡിലും ക്രോമാറ്റിഡ് ഈക്വൽ ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ആയിരിക്കും, ഒരേ സൈസും ഷേപ്പും ആയിരിക്കും. അത്തരത്തിലുള്ള ക്രോമസോമാണ് മെറ്റാസെൻട്രിക് ക്രോമസോം. എന്നാൽ അടുത്ത ക്രോമസോം നോക്കി, ഒരു സൈഡിലെ ക്രോമാറ്റിഡ് ലെങ്തി ആയിരിക്കും, ഒരു സൈഡിലെ മീഡിയം ആയിരിക്കും. അത്തരത്തിലുള്ള ക്രോമസോമാണ് സബ് മെറ്റാസെൻട്രിക്. അടുത്ത നോക്കി, ഒരു സൈഡിലെ ക്രോമാറ്റിഡ് ലെങ്തി ആയിരിക്കും, ഒരു സൈഡിലെ വളരെയധികം ഷോർട്ടായിരിക്കും. അത്തരത്തിലുള്ള ക്രോമസോമാണ് ആക്രോസെൻട്രിക് ക്രോമസോം. ഇനി അടുത്ത ക്രോമസോം നോക്കി, ഒരു സൈഡിലെ ക്രോമാറ്റിഡ് ലെങ്തി ആയിരിക്കും, ഒരു സൈഡിൽ ആബ്സെൻ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ക്രോമസോമാണ് നാലാമത്തെ ടീലോസെൻട്രിക് ക്രോമസോം. ടീലോസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിൽ അല്ലെങ്കിൽ ഹ്യൂമൻ സെല്ലിൽ ആബ്സെൻ്റ് ആണ്. ഇനി ചില ക്രോമസോമിനുള്ളൊരു പ്രത്യേകത, 2 സൈഡിലെയും ക്രോമാറ്റിഡ് വളരെയധികം സെയിം സൈസ് ആയിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സൈഡിലെ ക്രോമാറ്റിഡിൽ നിന്ന് എക്സ്ട്രാ ഒരു നോബിലൈക്ക് സ്ട്രക്ചറുള്ള ഒരു പ്രൊജക്ഷൻ പുറത്തോട്ട് നമുക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. കണ്ടല്ലോ, അങ്ങനെ വരുവാണെങ്കിൽ ആ നോബിലൈക്ക് സ്ട്രക്ചറിലുള്ള ആ പ്രൊജക്ഷൻ നമ്മൾ പറഞ്ഞ പേരാണ് സാറ്റലൈറ്റ് എന്ന് പറയും. സാറ്റലൈറ്റ് ഉള്ള ഈ ക്രോമസോമിനെയാണ് സാറ്റലൈറ്റ് ക്രോമസോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രോമസോമിൻ്റെ എല്ലാം ഡയഗ്രം നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ട് ഇത് ഏതെല്ലാം ടൈപ്പ് ക്രോമസോമാണെന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ചോദിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ഇവരുടെ ഈ ഓരോ ക്രോമസോമിൻ്റെ ഓരോ പെക്യൂലിയാരിറ്റീസ് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ പെക്യൂലിയാരിറ്റീസ് നമ്മൾ എങ്ങനെ എഴുതേണ്ടതെന്ന് കഴിഞ്ഞാൽ ഒറ്റ സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി. നമ്മൾ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ആ ഓരോ ക്രോമസോമിൻ്റെ ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്തിൽ ഫസ്റ്റ് മെറ്റാസെൻട്രിക് ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ ദ സെൻട്രോമിയർ ഈസ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ക്രോമസോം. ആ ഒറ്റ സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ മതി. അടുത്തത് സബ് മെറ്റാസെൻട്രിക് എടുത്തു കഴിഞ്ഞാൽ ദ സെൻട്രോമിയർ ഈസ് നിയർ ദ മിഡിൽ ഓഫ് ദ ക്രോമസോം. അതാണ് പെക്യൂലിയാരിറ്റി ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് മൂന്നാമത്തെ ആക്രോസെൻട്രിക് ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ ദ സെൻട്രോമിയർ ഈസ് നിയർ ദ എൻഡ് ഓഫ് ദ ക്രോമസോം എന്ന് പറയും. ഓക്കെ, അടുത്തത് ടീലോസെൻട്രിക് ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ ദ സെൻട്രോമിയർ ഈസ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ക്രോമസോം. ഓക്കെ,
അങ്ങനെ ഓരോ സെൻറ്റൻസ് മാത്രം ഒന്ന് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മൾ ഇതിൻ്റെ എല്ലാം ഈ സെൽ ഓർഗനലിൻ്റെ എല്ലാം ഫങ്ഷൻസ് നോക്കണം. റൈബോസോം, ലൈസോസോം, അതുകൂടാതെ ക്രോമാറ്റിൻ അല്ല, ക്രോമസോമാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ റൈബോസോം. ഈ 4 ഫങ്ഷൻസ് നമ്മൾ നോക്കണം. ഫസ്റ്റ് വൺ റൈബോസോമിൻ്റെ ഫങ്ഷൻ എന്താണ്? ഒറ്റ സെൻറ്റൻസുകൾ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്ന ആരാണ്? റൈബോസോമുകളാണ്. ഓക്കെ, അടുത്തത് ലൈസോസോം, ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. സെല്ലിനകത്തും സെല്ലിന് പുറത്തും നടക്കുന്ന സെൽ ഓർഗനലസിൻ്റെ ഡൈജഷനെ സെൽ ഓർഗനലസ് ഡൈജസ്റ്റ് ചെയ്ത് മാറാനായിട്ട് സഹായിക്കുന്നതാണ്. അതാണ് ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. അടുത്ത ക്രോമസോം എന്ന് പറയുമ്പം ഇറ്റ് ക്യാരീസ് ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്ന് മാത്രം എഴുതിയാൽ മതി, ഒറ്റ സെൻറ്റൻസ്. അടുത്ത പെറോക്സിസോം. ഇത് പ്ലാന്റ് സെല്ലിനകത്ത് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ക്ലോറോപ്ലാസ്റ്റ് പോലെ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലസ് ആണ് പെറോക്സിസോം. ഇത് ഫോട്ടോ റെസ്പിറേഷൻ്റെ മെയിൻ സൈറ്റാണ്. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജനെ ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ നിർമ്മിക്കുന്ന സൈക്ലിംഗ് മാനിലുള്ള ഒരു ബയോകെമിക്കൽ റിയാക്ഷനാണ്. അത് ടെമ്പറേച്ചറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള പ്രദേശത്ത് വളരുന്ന പ്ലാന്റുകളിലെ ലീഫിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതാണ് ഫോട്ടോ റെസ്പിറേഷൻ. അപ്പോൾ ഫോട്ടോ റെസ്പിറേഷൻ്റെ മെയിൻ സൈറ്റാണ് പെറോക്സിസോം. ഇറ്റ് ഈസ് ദ മെയിൻ സൈറ്റ് ഫോർ ഫോട്ടോ റെസ്പിറേഷൻ. ഇറ്റ് ഈസ് ദ മെയിൻ സൈറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ എഴുതിയാൽ മതി. ഓക്കെ, പെറോക്സിസോമിൻ്റെ. അപ്പോൾ ഈ 4 ഫങ്ഷൻസ് കൂടെ നോക്കി കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇത്രയും ടോപ്പിക്സ് മാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. മുഴുവൻ ക്വസ്റ്റ്യനും ഉറപ്പായിട്ട് മക്കളെ ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കും. ശരിയെന്ന് നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. നമ്മളിനി അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്ററാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ്. സെല്ലിൻ്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സെല്ലിൻ്റെ ഈ 2 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, ഇതിനകത്ത് നമുക്ക് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് സെൽ സൈക്കിൾ എന്താണ്. ഒരു സെല്ലിൻ്റെ ലൈഫ് പീരീഡ് ഫുള്ളായിട്ട് കണക്കാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ലൈഫ് പീരീഡ് ഓഫ് എ സെൽ ഈസ് സെറ്റ് ടു ബി ആണ് സെൽ സൈക്കിൾ. ഒരു സെല്ലിൻ്റെ ലൈഫ് പീരീഡ് ഫുള്ളായിട്ട് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുക. അപ്പോൾ ഒരു സെൽ സൈക്കിളിന് എത്ര സ്റ്റേജുകളുണ്ട്? ഒരു സെല്ലിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 സ്റ്റേജുകളായിട്ടാണ്. ഒന്ന് ഇൻ്റർഫേസ്, 2 എം ഫേസ്. ഇൻ്റർഫേസിന് തന്നെ 3 സ്റ്റേജുകളുണ്ട്: G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ്. ഓക്കെ, അപ്പോൾ സെൽ സൈക്കിളിൻ്റെ ഈ വിവിധ സ്റ്റേജുകൾ കാണിക്കുന്ന ഒരു പൈ ഡയഗ്രം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ഈ ആദ്യം തന്നെ തന്നിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം, ഇതാണ് സെൽ സൈക്കിളിൻ്റെ പൈ ഡയഗ്രാം. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ സ്റ്റേജുകൾ നോക്കിയാൽ G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ്, എം ഫേസ്. എം ഫേസ് എന്ന് പറഞ്ഞാൽ മൈറ്റോട്ടിക് ഫേസ്. ആ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അടുത്ത 2 ഡോട്ടർ സെൽസായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓരോ സ്റ്റേജുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട സംഭവം, ഈ G1 ഫേസിലാണ് DNA റെപ്ലിക്കേഷനുള്ള ഒരു പ്രിപ്പറേഷനിലെത്തുന്നത്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് ഫേസിലാണ്. അതായത് ഒരു DNA നിന്ന് പുതിയൊരു DNA ഉണ്ടാകുക, പിന്നെ DNA നിന്ന് RNA ഉണ്ടാകുക, RNAയിൽ നിന്ന് പിന്നെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക. അതെല്ലാം നടക്കുന്നത് എസ് ഫേസിലാണ്. അതേ പ്രോസസ്സ്, അതായത് RNA സിന്തസിസും പ്രോട്ടീൻ സിന്തസിസും റിപ്പീറ്റ് ചെയ്യുകയാണ് G2 ഫേസ്. G2 ഫേസിൻ്റെ അവസാനം ആ ഒരു പാരൻ്റൽ സെല്ല് ഡിവൈഡ് ചെയ്ത് അടുത്ത 2 ഡോട്ടർ സെൽസായിട്ട് മാറുന്ന ആ ഒരു സ്റ്റേജാണ് എം ഫേസ്. കണ്ടോ, 2 ഡോട്ടർ സെൽസായിട്ട് മാറിയതിന് ശേഷം ഈ ഡോട്ടർ സെൽസിനകത്ത് പിന്നെ യാതൊരുവിധ ഫങ്ഷനും നടക്കാതെ ഏതാനും നിമിഷം യാതൊരുവിധ ഫങ്ഷനും ഈ ഡോട്ടർ സെൽസിനകത്ത് നടക്കത്തില്ല. ആ നടക്കാതെ വരുന്ന ആ ഒരു സ്റ്റേജാണ് G0 ഫേസ് അഥവാ കസൻ സ്റ്റേജ് എന്ന് പറയും. സെല്ല് ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് മാറുന്ന ഈ 2 ഡോട്ടർ സെൽസ് ഉണ്ടായി കഴിയുമ്പോൾ ആ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസ് ഏതാനും നിമിഷം അത് ഇനാക്റ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ സെല്ല് ഇനാക്റ്റീവായിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിന് പറയുന്ന പേരാണ് G0 ഫേസ് അഥവാ കസൻ സ്റ്റേജ് എന്ന് പറയും. ഇത്രയാണ് സെൽ സൈക്കിളിനെ കുറിച്ച് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട സംഭവങ്ങൾ. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈറ്റോസിസ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരൻ്റൽ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസായിട്ട് മാറുന്നതാണ് മൈറ്റോസിസ്. മൈറ്റോസിസ് കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്റ്റേജുകളിലായിട്ടാണ്. 1 പ്രോഫേസ്, 2 മെറ്റാഫേസ്, 3 അനാഫേസ്, 4 ടീലോഫേസ്. ഈ ഓരോ സ്റ്റേജുകളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ആ ഓരോ സ്റ്റേജുകളിൽ നടക്കുന്ന ഈ 2 പോയിന്റ് വെച്ച് പഠിച്ചു വെച്ചോണം, അല്ലെങ്കിൽ മിനിമം 1 പോയിൻ്റെങ്കിലും പഠിച്ചോണം. അതിൽ പ്രോഫേസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം
സെല്ല് വളരെയധികം ആക്റ്റീവായിട്ട് ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യുക, ക്രോമസോം 2 ജോഡി ക്രൊമാറ്റിഡോട് കൂടിയ ഒരു ഘടനയിലേക്ക് എത്തുക. അപ്പം ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് ഡിസപ്പിയർ എന്ന് മാത്രം എഴുതിയാലും മതി പ്രൊഫേസിനകത്ത്. മെറ്റാഫേസിനകത്ത് ക്രോമസോം സെല്ലിൻ്റെ സെൻട്രലായിട്ട് അറേഞ്ച് ചെയ്യും. ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് സെൻട്രലി. പിന്നെ സ്പിൻഡിൽ ഫൈബേഴ്സ് എറൈസ് ചെയ്യും. ഓക്കെ, സെൻട്രിയോൾസിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് എറൈസ് ചെയ്യും. ആ ഒരു സ്റ്റേജാണ്. എന്നിട്ട് ആ എറൈസ് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ടു ക്രോമസോമാണ്. ക്രോമസോമിൻ്റെ സെൻട്രോമിയറുമായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യും. അതാണ് മെറ്റാഫേസിൽ നടക്കുന്നത്. പിന്നെ അനാഫേസിൽ ക്രോമസോം മുറിഞ്ഞു മാറുകയാണ്. എന്നിട്ട് ക്രോമസോം മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾസ് ആണ്. ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അത് അനാഫേസിലാണ് സംഭവിക്കുന്നത്. പിന്നെ ടിലോഫേസിൽ 2 എൻഡിലും കൊണ്ടുവന്ന് ക്രോമസോമിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ. അപ്പം ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് റീഅപ്പിയർ. അങ്ങനെ ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജാണ് ടിലോഫേസ്. ഓക്കെ, അപ്പം ഈ ഓരോ സ്റ്റേജിൽ നടക്കുന്ന 2 പോയിന്റുകൾ വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. അത് എക്സാമിന് എഴുതാൻ ചോദിക്കുന്നതാണ്. മൈറ്റോസിസിൻ്റെ ഓരോ സ്റ്റേജിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്, ആ ഓരോ സ്റ്റേജിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സെല്ലിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ് വെച്ച് പഠിച്ചു വെച്ചോണം. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ ഓരോ പോയിൻ്റായിട്ട് പഠിച്ചു വെച്ചോണം. പിന്നെ സെൽ മെമ്പറി സൈറ്റോപ്ലാസ്റ്റുകൾ അകത്തോട്ട് ഇങ്ങനെ വളർന്നു വരും. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് മാറുന്ന പ്രോസസ്സിന് നമ്മൾ പറഞ്ഞ പേരാണ് സൈറ്റോകൈനസിസ്. ന്യൂക്ലിയർ ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് കാരിയോകൈനസിസ്. അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം അതിൻ്റെ നേരെ തരും സൈറ്റോകൈനസിസ്. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ തരും ഡിവിഷൻ ഓഫ് ന്യൂക്ലി. എന്നിട്ട് അതിൻ്റെ നേരെ ഡാഷ് ഇട്ട് തരും. ആൻസർ കാരിയോകൈനസിസ്. ഓക്കെ, അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. ഏതെങ്കിലും ഒരു 2-3 പോയിന്റുകളൊന്ന് ഓർമ്മ വെക്കുക. ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടർ സെൽസിനകത്ത് സെയിം ആയിരിക്കും. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ സെയിം ആയിരിക്കും. പിന്നെ ആസ് എ റിസൾട്ട് ഓഫ് മൈറ്റോസിസ് 2 ഡോട്ടർ സെൽസ് ആർ ഫോംഡ്. പിന്നെ മൈറ്റോസിസ് ഹെൽപ്സ് ദ ബോഡി ഗ്രോത്ത് ഓഫ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഓക്കെ, അങ്ങനെയുള്ളൊരു 3-4 പോയിന്റുകൾ, അതാണ് സിഗ്നിഫിക്കൻസിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത് ഇനി നമ്മൾ മിയോസിസിലേക്ക് വരാം. അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് മിയോസിസ്. മിയോസിസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം ഒരു പാരന്റൽ സെല്ല് ഡിവൈഡ് ചെയ്ത് 4 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് മിയോസിസ്. ഇത് നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലെ സെല്ലുകളിലാണ്. ഇനി മിയോസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2 സ്റ്റെപ്പുകളായിട്ടാണ്. ഒന്ന് മിയോസിസ് 1, 2 മിയോസിസ് 2. അതിൽ മിയോസിസ് 1-ന് തന്നെ 4 സ്റ്റേജുകളുണ്ട്. പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടിലോഫേസ് 1. അതിൽ പ്രോഫേസ് 1-ന് തന്നെ വീണ്ടും 5 സബ് സ്റ്റേജുകളുണ്ട്, അല്ലെങ്കിൽ 5 സ്റ്റേജുകളുണ്ട്. പ്രോഫേസ് 1-ന് തന്നെ 5 സ്റ്റേജുകളുണ്ടെന്ന് ഓർക്കുക. 1 ലെപ്റ്റോട്ടിൻ, 2 സൈഗോട്ടിൻ, 3 പാക്കൈറ്റിൻ, 4 ഡിപ്ലോട്ടിൻ, 5 ഡയാകൈനസിസ്. ഈ സ്റ്റേജുകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഈ ഓരോ സ്റ്റേജുകളിലും സെല്ലിനകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ സെല്ലിനകത്തുണ്ടാകുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അല്ലാതെ മിയോസിസ് 2-ൻ്റെ നമ്മൾ നോക്കണ്ട, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും കയറി വരില്ല. നമുക്ക് വരുന്ന മെയിനായിട്ട് മിയോസിസ് 1-ൻ്റെ 4 സ്റ്റേജിനകത്തിലെ ഫസ്റ്റ് 1 പ്രോഫേസ് 1-ന് തന്നെ 5 സ്റ്റേജുകളുണ്ട്. ഈ 5 സ്റ്റേജുകളാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഓരോ സ്റ്റേജിലും സെല്ലിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതൊരു 2 പോയിന്റ് വെച്ച് നമ്മൾ പഠിച്ചു വെക്കണം. അതിൽ ഫസ്റ്റ് 1 ലെപ്റ്റോട്ടിൻ സ്റ്റേജ്. ലെപ്റ്റോട്ടിൻ സ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 1 ലെപ്റ്റോട്ടിൻ സ്റ്റേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എൻലാർജ് ചെയ്യും. അതുപോലെ ക്രോമാറ്റിൻ ഫൈബേഴ്സ്, ക്രോമാറ്റിൻ റെറ്റിക്കുലത്തിൽ നിന്ന് ക്രോമസോം ഉണ്ടാവും. അപ്പം ന്യൂക്ലിയസ് എൻലാർജ്, ക്രോമാറ്റിൻ ബിക്കംസ് ക്രോമസോംസ്. ഓക്കെ, അടുത്ത 2ാമത്തെ സ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ സൈഗോട്ടിൻ സ്റ്റേജ്. സൈഗോട്ടിൻ സ്റ്റേജിലാണ് ഒരേപോലത്തെ 2 ക്രോമസോമുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരും. ഇങ്ങനെ അടുത്ത് വരുന്ന ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് സിനാപ്സിസ് എന്ന് പറയും. അങ്ങനെ വരുന്ന ഈ ക്രോമസോമിന് വിളിക്കുന്ന പേരാണ് ബൈവാലൻ ക്രോമസോം എന്ന് പറയും. അപ്പോൾ സിനാപ്സിസും ബൈവാലൻറ്റും ഫോം ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഗോട്ടിൻ സ്റ്റേജിലാണ്. മറക്കരുത്, ഒരേപോലത്തെ 2 ക്രോമസോമുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതിനെയാണ് സിനാപ്സിസ് പറയുന്നത്. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ഈച്ച് പെയർഡ് ഹോമോലോഗസ് ക്രോമസോം ഈ സെറ്റ് ടു ബി ആണ് ബൈവാലൻറ്റ്. ആ പെയറായിട്ട് വരുന്ന
ഹോമോലോഗസ് ക്രോമസോമിനെയാണ് ബൈവാലൻ ക്രോമസോം എന്ന് പറയുന്നത്. അങ്ങനെ അടുത്തടുത്ത് വരുന്ന ആ ഒരു കണ്ടീഷനാണ് സിനാപ്സിസ്. അപ്പോൾ സിനാപ്സിസും ബൈവാലൻറ്റും ഫോം ചെയ്യുന്നത് എവിടെയാണ്? സൈഗോട്ടിൻ സ്റ്റേജിലാണ്. അടുത്ത പാക്കറ്റിൻ സ്റ്റേജിൽ എത്തുമ്പോഴത്തേനും ക്രോമസോമിനകത്ത് വീണ്ടും ഓരോ ജോഡി ക്രോമാറ്റിഡോട് ഫോം ചെയ്യും. എന്നിട്ട് രണ്ട് ക്രോമസോമിലെ ഈ രണ്ട് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡിൻ്റെ ചെറിയൊരു പീസ്, ഇത് നമ്മൾ പറഞ്ഞ പേര് സെഗ്മെന്റ് എന്ന് പറയും. ഇത് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും, ഇത് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ക്രോമസോമിൻ്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡിൻ്റെ ചെറിയൊരു പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എക്സ്ചേഞ്ച് ചെയ്യും. നോൺ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതൂടാണെങ്കിൽ നോൺ സിസ്റ്റർ, ഇതൂടാണെങ്കിൽ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയും. രണ്ട് ക്രോമസോമിൻ്റെ അതാണ് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്. ഓക്കെ, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡിൻ്റെ ചെറിയൊരു പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയും. ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് ദ എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ്സ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം, അതിനെയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇനി ക്രോസിംഗ് ഓവർ നടക്കുന്ന ക്രോമസോമിൻ്റെ ഏത് റീജിയൻ ആണോ ആ റീജിയന് പറഞ്ഞ പേരാണ് കയാസ്മ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കുന്നത് കയാസ്മ ഫോം ചെയ്യുന്നത് ദ റീജിയൻസ് വിച്ച് ടേക്സ് പ്ലേസ് ക്രോസിംഗ് ഓവർ ഇറ്റ്സ് നോൺ ആസ് ആണ് കയാസ്മ. അപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കുന്നത് കയാസ്മ ഫോം ചെയ്യുന്നതും എവിടെയാണ്? പാക്കേറ്റിൻ സ്റ്റേജിലാണ്. അതിനുശേഷം ക്രോസിംഗ് ഓവർ നടന്നതിന് ശേഷം ക്രോമസോമുകൾ സെപ്പറേറ്റ് ചെയ്ത് മാറും. അങ്ങനെ ക്രോമസോം സെപ്പറേറ്റ് ചെയ്ത് മാറുന്ന ആ ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് ഡിസ്ജങ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡിസ്ജങ്ഷൻ നടക്കുന്നത് ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ്. സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഇൻ എ ബൈവാലന്റ്, അതാണ് ഡിസ്ജങ്ഷൻ. ഡിസ്ജങ്ഷൻ നടക്കുന്നത് ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ്. ഇനി ഡിസ്റ്റിങ്ഷൻ നടന്നതിന് ശേഷം അത് ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ നടക്കും. അതിനുശേഷം പിന്നെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യും. ക്രോമാറ്റിൻ സ്പിൻഡിൽ ഫൈബേഴ്സ് എറൈസ് ചെയ്യും. ആ സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാകുകയും ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യുകയും സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് ഡയാകൈനസിസ്. ഇപ്പോൾ ഡയാകൈനസിസിലാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് ഡിസപ്പിയർ. സ്പിൻഡിൽ ഫൈബേഴ്സ് ഒറിജിനേറ്റ് ഫ്രം പോൾസ്. സെല്ലിൻ്റെ പോൾ റീജിയനിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ മിയോസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ നമുക്ക് കിട്ടിയിരിക്കും. ബാക്കിയുള്ള മിയോസിസ് 2 ഒന്നും ഫോക്കസ് ചെയ്യേ വേണ്ട, ഇതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പ്രോഫേസ് 1ൻ്റെ ഇത്രയും പ്രോഫേസ് 1ൻ്റെ ഇത്രയും സ്റ്റേജുകളിൽ നടക്കുന്ന ഈ ഒരു ഈവൻറ്റ്സ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ മക്കളെ, അപ്പം ഇനി അടുത്ത പ്രോഫേസ് 1 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏതാണ്? മെറ്റാഫേസ് 1 ആണല്ലേ. മെറ്റാഫേസ് 1ൽ ക്രോമസോം എന്താണ്? ക്രോമസോം സെല്ലിൻ്റെ സെൻട്രലായിട്ട് അറേഞ്ച് ചെയ്യുകയും അതുപോലെ തന്നെ കണ്ടോ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് ക്രോമസോമിൻ്റെ സെൻട്രോമിയറെ വന്ന് അറ്റാച്ച് ചെയ്യും. ആ അറ്റാച്ച് ചെയ്യുന്ന സ്റ്റേജാണ് രണ്ടാമത്തെ മെറ്റാഫേസ് 1. അതിനുശേഷം സ്പിൻഡിൽ ഫൈബേഴ്സ് പിന്നെ വലിച്ചുകൊണ്ട് പോവാണ്. അപ്പം ക്രോമസോം മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾസ്. കണ്ടോ, രണ്ട് പോളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ആ ഒരു സ്റ്റേജാണ് അടുത്ത അനാഫേസ് 1. എന്നിട്ട് രണ്ട് എൻഡിലും കൊണ്ട് വെച്ചതിന് ശേഷം സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ചെയ്യും. അതിനുശേഷം ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും റീഅപ്പിയർ ചെയ്യും. അങ്ങനെ ഒരു സെല്ലിനകത്ത് രണ്ട് ന്യൂക്ലിയസ് ഉണ്ടാകും. ആ രണ്ട് ന്യൂക്ലിയസ് ഉണ്ടാകുന്ന സ്റ്റേജാണ് ടീലോഫേസ് 1. ഓക്കെ, ഇനി നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് നോക്കണം. അതുകൂടാതെ റെസംബ്ലൻസസ് ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മൈറ്റോസിസ് മിയോസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന റെസംബ്ലൻസസ് എന്തൊക്കെയാണ്? അടുത്ത മക്കളെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. അതൊരു 2-3 പോയിൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ചാൽ മതി. മിയോസിസിൻ്റെ ഫലമായിട്ട് ഒരു പേരൻ്റൽ സെല്ല് ഡിവൈഡ് ചെയ്ത് 4 ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. ആസ് എ റിസൾട്ട് ഓഫ് മിയോസിസ് 4 ഡോട്ടർ സെൽസ് ആർ ഫോംഡ്. ഇനി മിയോസിസ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഡോട്ടർ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്ലോഡ് ആയിരിക്കും. ക്രോമസോം നമ്പർ ഈസ് റെഡ്യൂസ്ഡ്. പിന്നെ ക്രോമസോം നമ്പർ റിമെയിൻസ് ദ കോൺസ്റ്റൻ്റ് ആണ്. അത് ഓരോ ജനറേഷനിലും ഇങ്ങനെ ആ കോൺസ്റ്റൻ്റ് ആയിട്ട് ഹാപ്ലോഡായിട്ടുള്ള ക്രോമസോം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കും. പിന്നെ ജെനറ്റിക് വേരിയേഷൻ ഈസ് കോസ്ഡ്, അതായത് ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാകാം.
ഓക്കെ, അങ്ങനെയുള്ളൊരു 2-3 പോയിന്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 3-4 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് ഓർമ്മ വെക്കുക. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് റെസംബ്ലൻസസ് ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള സാമ്യതകൾ, അതൊരു 3-4 പോയിന്റ് ഒന്ന് ഓർമ്മ വെച്ചോ. ഒന്നാമത്തെ, ബോത്ത് മൈറ്റോസിസ് ആൻഡ് മിയോസിസ് ആർ ഇൻഡയറക്റ്റ് പ്രോസസ്. മൈറ്റോസിസ് എടുത്തു കഴിഞ്ഞാലും മിയോസിസ് എടുത്തു കഴിഞ്ഞാലും അതൊരു ഇൻഡയറക്റ്റ് പ്രോസസ്സാണ്. 2, പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ് ഒക്കർ ഇൻ ബോത്ത് പ്രോസസ്സാണ്. ഈ മൈറ്റോസിസിലും മിയോസിസിലും എന്ത് നടക്കുന്നുണ്ട്? പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ആ 4 സ്റ്റേജുകൾ ഈ 2 പ്രോസസ്സിലും മൈറ്റോസിലും മിയോസിസിലും നടക്കുന്നുണ്ട്. ഒക്കർ ഇൻ ബോത്ത് പ്രോസസ്സസ്. അതുപോലെ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ആൻഡ് റീഅപ്പിയർ ഇൻ ബോത്ത് പ്രോസസ്സസ്. ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യുന്നുണ്ട്, റീഅപ്പിയർ ചെയ്യുന്നുണ്ട്. ഏത്? ഈ 2 പ്രോസസ്സിലും. ഓക്കെ, അതുപോലെ ഒരു പോയിന്റ് കൂടെ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഇൻ ടു ക്രോമസോം. ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആണ് ട്രാൻസ്ഫോം ചെയ്ത് എന്തായിട്ട് മാറുന്നത്? ക്രോമസോമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യുകയും റീഅപ്പിയറുകയും ചെയ്യുന്നുണ്ട് ഈ 2 പ്രോസസ്സിലും. പിന്നെ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ട്രാൻസ്ഫോം ചെയ്ത് എന്തായിട്ട് മാറും? ക്രോമസോമായിട്ട് മാറും. ഈ 4 പോയിന്റുകളാണ് മക്കളെ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.